അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വാട്സപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വാട്സപ്പിൽ അടിയിലായിട്ട് ഇവിടെ നമ്മുടെ കോൺടാക്ട്സിലോട്ടൊക്കെ പോകുന്ന ഓപ്ഷന് താഴെയായിട്ട് ഒരു വട്ടത്തിലൊരു കളർഫുള്ളായിട്ടുള്ളൊരു റൗണ്ട് സിമ്പൽ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ വാട്സപ്പിൻ്റെ കമ്പനിയാണ്. അതിൻ്റെ ഓവറോൾ കമ്പനിയാണ് നമ്മൾ മെറ്റ എന്ന് പറയാം. മെറ്റയുടെ AI ചാറ്റിംഗ് സംവിധാനമാണ് ആക്ച്വലി. ഇത് നമുക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇന്ത്യയിൽ ഈ സാധനം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. സോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. സോ നിങ്ങൾ ChatGPT ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആക്ച്വലി ChatGPT ഒക്കെ പോലുള്ള ഒരു സംവിധാനം തന്നെയാണിത്. ജസ്റ്റ് ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഫേമസ് ഫുഡ് ഇൻ കേരള. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ചോദിച്ചാൽ അപ്പോൾ ChatGPTയിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അപ്പോൾ അത് വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനായിട്ട് പുട്ട്, കടലക്കറി, അപ്പം വിത്ത് സ്റ്റ്യൂ, അതുപോലെ കരിമീൻ പൊള്ളിച്ചത്, മലബാർ പൊറോട്ട വിത്ത് കേരള ബീഫ് കറി എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെ നമുക്കിപ്പം എഡ്യൂക്കേഷണൽ പരമായിട്ടും നോക്കുകയാണെങ്കിൽ ഇപ്പം വാട്ട് ഈസ് എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സോ അതിനുള്ള ഉത്തരവും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതായിക്കോട്ടെ, അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ആക്ച്വലി ഇതുവഴി ഇപ്പം ചോദിച്ചാൽ അതിനുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം സ്പൈഡർമാൻ റോമിങ് ഇൻ കേരള എന്നടിച്ച് നോക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്. ജനറേറ്റ് ആവുന്നുണ്ട്. ഇതേ സ്പൈഡർമാൻ റോമിങ് ഇൻ കേരള എന്നടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ നാട് പോലെ അല്ലെങ്കിൽ കേരളം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് സ്പൈഡർമാൻ റോഡിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ജനറേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സ്പൈഡർമാൻ കൊച്ചി മെട്രോന്നോ അല്ലെങ്കിൽ കൊച്ചി എന്നടിച്ച് നോക്കാം. അപ്പോൾ ഇത് ഇതുപോലെ സ്പൈഡർമാൻ ഇൻ കൊച്ചി എന്നടിച്ചപ്പോഴും നമുക്കിതുപോലൊരു ജസ്റ്റ് അത് എത്ര സാമ്യമില്ലെങ്കിലും ഒരു ടൗൺ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. സ്പൈഡർമാൻ ഇൻ കേരള വില്ലേജ് അടിച്ച് നോക്കാം. വില്ലേജ് പോണ്ട് അടിച്ച് നോക്കാം, കുളത്തിലായിക്കോട്ടെ. സോ ഇത് ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ആയി വന്നിട്ടുള്ള ഇമേജ് വളരെ സാമ്യമുള്ളതാണ്. ആക്ച്വലി പിറകിൽ നമുക്ക് തെങ്ങ് കാണാം, അതുപോലെ കുളത്തിലാണെങ്കിൽ താമരയുണ്ട്. അതുപോലെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ മെറ്റയുടെ AI സംവിധാനം നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആയി വന്നിട്ടുള്ളത്. സോ ഇതെല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും എഡ്യൂക്കേഷണൽ പരമായിട്ടും അല്ലാതെ എല്ലാ ജനറലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ കണ്ടെത്താനൊക്കെ. സോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. താങ്ക് യു.